അൽ ഇൽഹാഹ് ഫി ദുആ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? ഇൽഹാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പഠിച്ചവനോട് ചോദിക്കുമ്പോൾ അത് ആവർത്തിച്ച് അതിൻ്റെ ഉത്തരം ലഭിക്കുന്നത് വരെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഒരു മടുപ്പമില്ലാതെ പഠിച്ചവനോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിനാണ് ഇൽഹാഹ് എന്ന് പറയുന്നത്. ഇത് എത്ര പേര് ചെയ്യാറുണ്ട്? ഇത് മുസ്തഹബായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, പഠിച്ചവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ചോദിച്ചുകൊണ്ടേയിരിക്കുക. പലപ്പോഴും നമ്മൾ ആളുകളുടെ അടുത്ത് നിന്ന് കേൾക്കുന്നൊരു കംപ്ലൈൻ്റാണ്, ഞാൻ കുറേ കാലമായി പ്രാർത്ഥിക്കുന്നു, കുറേ കാലമായി ഞാൻ പഠിച്ചവനോട് ചോദിക്കുന്നു, എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്നുള്ളത്. ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്ന ഒരു സ്വഭാവം അതൊരിക്കലും നല്ലതല്ല. മറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഉത്തരം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, എൻ്റെ പ്രാർത്ഥന ഒരിക്കലും തള്ളപ്പെടുകയില്ല എന്ന വിശ്വാസത്തോടുകൂടി നിരന്തരമായി ഒരു കാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള ആ ഒരു സ്വഭാവത്തിലേക്കാണ്, ആ ഒരു മാറ്റത്തിലേക്കാണ് നമ്മുടെ മനസ്സ് കടന്നു വരേണ്ടത്. ആ രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പല രീതിയിലും ഉത്തരം കിട്ടിയേക്കും. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യം ചിലപ്പോൾ അതേപോലെ ആയിക്കൊള്ളണമെന്നില്ല അതിൻ്റെ ഉത്തരം. നമുക്ക് പല രീതിയിലായിരിക്കും ഉത്തരം കിട്ടുന്നത്. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യത്തിൽ ഹൈറുണ്ടാവില്ല എന്ന് പടച്ചോനറിയാം. നമ്മൾ ചോദിക്കുന്നത് അടുത്ത മാസം എനിക്ക് ഒരു 10 ലക്ഷം രൂപ വേണം, എന്നിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറയും. ചിലപ്പോൾ പഠിച്ചോന്നറിയാം ആ 10 ലക്ഷം രൂപ നമുക്ക് കിട്ടിയാൽ നമ്മൾ അതിനേക്കാൾ വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്, നമ്മളെ ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം എന്ന് പഠിച്ചോൻ അറിയുന്നത് കൊണ്ടായിരിക്കും അത് തരാത്തത്. അപ്പം നമ്മുടെ ഫ്യൂച്ചർ കറക്റ്റ് അറിയുന്നത്, നമ്മളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത് പഠിച്ചോനാണ്. ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ആപ്റ്റായ സമയത്ത് നമുക്ക് വേണ്ടതുപോലെ പഠിച്ചോൻ തരും. അങ്ങനെയാണ് ദുആക്ക് ഉത്തരം കിട്ടുക. നമ്മൾ ചോദിച്ചത് അതേപോലെ കിട്ടിക്കൊള്ളുന്നില്ല. പണ്ഡിതന്മാർ പറയുന്നത് ഒരിക്കലും ഒരാളുടെയും ദുആ നഷ്ടപ്പെടുന്നില്ല എന്നാണ്, പ്രാർത്ഥന ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നാണ്. നമ്മൾ എന്ത് ചോദിക്കുന്നോ അതിനൊക്കെയും ഉത്തരമുണ്ട്. അത് ഉത്തരം നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല എന്ന് മാത്രം. നമ്മൾ ചോദിച്ചത് അതേപോലെ കിട്ടിക്കൊള്ളണം എന്നില്ല എന്ന്. അതായത് ഒരു പക്ഷേ നമുക്ക് ഉത്തരം കിട്ടുന്നത് നമുക്ക് വരാനിരിക്കുന്ന ഒരു ഭവിഷ്യത്ത്, ഒരാപത്ത് നമ്മളിൽ നിന്ന് തട്ടിമാറ്റിക്കൊണ്ടായിരിക്കാം. അള്ളാഹു നേരത്തെ നിശ്ചയിച്ച ഒരാപത്ത്, ചില ഖളാകൾ അങ്ങനെയുണ്ട്, അത് അള്ളാഹു തന്നെ നമ്മുടെ ദുആ കാരണമായിട്ട് തട്ടിമാറ്റുമെന്നാണ്. ചിലപ്പോൾ ഉത്തരം നമുക്ക് ഈ ദുനിയാവിൽ തന്നെ കിട്ടിയെന്ന് വരില്ല, ആഖിറത്തിൽ മാത്രം ഉത്തരം കിട്ടുന്ന കുറേ ചോദ്യങ്ങളുണ്ടാവും. എല്ലാവർക്കും ആർക്ക് എന്തൊക്കെ ഏതൊക്കെ സമയത്ത് കൊടുക്കണമെന്ന് കൃത്യമായി അറിയുന്നവൻ പഠിച്ചവനാണ്. അപ്പം ചില ദുആകൾക്ക് ഉത്തരങ്ങൾ ആഖിറത്തിൽ മാത്രമേ കിട്ടുള്ളൂ, ചിലതിന് ദുനിയാവിൽ തന്നെ ഉത്തരം കിട്ടും. എങ്ങനെയാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, നമ്മുടെ ആ ശീലം മാറ്റാതിരിക്കുക. പ്രാർത്ഥന അതിൽ എപ്പോഴും നിരന്തരമായിട്ട് ഒരു കാര്യം തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ആ ഒരു സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. ആ സ്വഭാവം പഠിച്ചവൻ ഭയങ്കര ഇഷ്ടമാണെന്നാണ്. അപ്പം ആ ഇൽഹാഹുള്ള ആൾ, അതിനാണ് ഇൽഹാഹ് എന്ന് പറയാം. ഈ ഇൽഹാഹുള്ള ആളുകളായിട്ട് നമ്മളെല്ലാവരും മാറുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, പല മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറൻ ജസാ.